നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ്. മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന് IUML തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്. മുരളീധരനോട് ഒരു വിരോധവുമില്ലെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും മുഹമ്മദ് റഷീദ്. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് VK ശ്രീകണ്ഠൻ MP. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കണം. ലെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനം കോങ്ങാട്ട്. ചെർപ്പുളശ്ശേരിയിൽ ഓൾ കേരള ലെൻസ്ഫെഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് ജില്ലാ സമ്മേളനം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണ തത്വം അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിലേക്കെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. വോട്ട് പരിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ്. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കുമെന്ന് IUML തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് വ്യക്തമാക്കി. കെ മുരളീധരനോട് ഒരു വിയോജിപ്പും ഇല്ലെന്നും CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. ഗുരുവായൂരിൽ മുരളീധരൻ മത്സരിക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് പക്ഷേ സാധ്യതയില്ല. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തമാശ പറഞ്ഞതാണ്. കെ മുരളീധരൻ സ്റ്റാർ വാല്യൂ ഉള്ള ആളാണെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും CA മുഹമ്മദ് റഷീദ് അഭിപ്രായപ്പെട്ടു. ഗുരുവായൂരിൽ ലീഗ് തന്നെ മത്സരിക്കും, അവിടേക്ക് മുരളീധരൻ വരേണ്ട. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് മത്സരിച്ചു വരുന്നൊരു സീറ്റാണ്. സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല. 100% UDFൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന UDFൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ. യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല. അത്തരം ചർച്ചയ്ക്ക് തന്നെ യാതൊരു സാധ്യതയില്ല. അടഞ്ഞ അധ്യായമാണ്. അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ ലീഗിൻ്റെ നിലപാട്, ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് എന്തായിരിക്കും? ശരി, അങ്ങനെ ഒരു ചർച്ചയില്ല. അങ്ങനെ ചർച്ചയ്ക്ക് സാധ്യതയില്ല. കോൺഗ്രസ് ജില്ലാ നേതൃത്വം അത് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. ഞങ്ങൾ സംസ്ഥാന നേതാക്കളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, ദേശീയ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ ഇത്തരമൊരു അഭ്യൂഹം നേരത്തെ പറഞ്ഞതുകൊണ്ട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത്തരമൊരു വിഷയമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർമ്മാണ മേഖലയിലുള്ള അവശ്യ വസ്തുക്കൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റം വരണമെന്ന് VK ശ്രീകണ്ഠൻ MP. കോങ്ങാട് ലെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ് നിർമ്മാണ മേഖല. ഈ മേഖലയിലെ ഉൽപ്പന്ന നിർമ്മാണ വിതരണ വിൽപ്പന കോടികളുടെ വ്യവസായമാണ്. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ കേരളം പിറകിലാണെന്ന് MP ചൂണ്ടിക്കാട്ടി. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഉൽപ്പാദനം നടത്താൻ കേരളത്തിന് കഴിയേണ്ടതുണ്ട്. നിർമ്മാണ മേഖലയിലെ പരിഷ്കാരങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമാകണമെന്നും MP കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായും അടുത്ത ഇലക്ഷനിൽ നിങ്ങളുടെയൊക്കെ ഒരു പങ്ക് ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാം ഇതിലൊക്കെ പങ്കെടുക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ സന്തോഷമുണ്ട്. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. MLA മാരായ A പ്രഭാകരൻ, K ശാന്തകുമാരി, ലെൻസ്ഫെഡ് ഭാരവാഹികളായ CS വിനോദ് കുമാർ, T ഗിരീഷ് കുമാർ, അജി S ജോൺ, V രമേഷ്, V രാജേഷ്, ബിജോ, മുരളി, ആശീഷ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ നടന്നു. മന്ത്രി MP രാജേഷ് ഓൺലൈനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന് നേരിട്ട് എത്തിച്ചേരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഔദ്യോഗികമായിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളുള്ളതുകൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാത്തത്. ഇതിനു മുമ്പ് പാലക്കാട് MP ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മറ്റും പലതവണ ഈ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് സഹകരിക്കുന്ന ഒരു സംഘടനയാണ് ലൈസൻസ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഈ സമ്മേളനത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാ അഭിവാദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ചെറുപ്പളശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിലെ സൂര്യചന്ദ്രൻ നഗറിലായിരുന്നു ജില്ലാ സമ്മേളനം.
ഉദ്ഘാടന ചടങ്ങിൽ AKLWA ജില്ലാ പ്രസിഡന്റ് ടി അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KV സ്രാജുട്ടി സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PV സാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA, AKLWA സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PK വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളായും അതുപോലെ തന്നെ അത്തരം തൊഴിലാളികളെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസർമാരുമായും നിയമാനുസൃതമായി അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികളും ചുമതലകളും ഭംഗിയായി നിർവഹിക്കപ്പെട്ട് തങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരുടെ മാത്രമല്ല, പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ ആധികാരികമായി അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ജില്ലാ സെക്രട്ടറി PK ശ്രീനിവാസ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ V മോഹനൻ വരവ് ചെലവ് കണക്കും, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KVA ഫൈസൽ പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ C കൃഷ്ണദാസ്, N അനിൽകുമാർ, K കലാധരൻ, ജഗൻമോഹൻ കാരയിൽ, K ബാബുരാജ്, K നാരായണൻകുട്ടി, ഷിഹാബ് കോട്ടക്കൽ, K സുധാകരൻ, VP മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചാ മറുപടി, തിരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ഇലക്ട്രിക്കൽ മേഖലയിലെ വിദഗ്ധർ നയിച്ച ഓൺലൈൻ ക്ലാസുകളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടികജാതി വികസനം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണ തത്വം അട്ടിമറിക്കുന്നതിനെതിരെ വോട്ട് പരിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. വിഷയത്തിൽ ഭരണാധികാരികൾ നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടിക വിഭാഗങ്ങൾക്ക് ജോലിയിൽ 72% സംവരണമെന്ന ഉറപ്പ് തുടരെ ലംഘിക്കുകയാണ്. PTA-യും മെഡിക്കൽ കോളേജ് അധികൃതരും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലത്ത് ജോലി ചെയ്തവരെ ഒഴിവാക്കി രാഷ്ട്രീയ ശുപാർശയിൽ അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പരിശീലനം നൽകിയ ശേഷം ഇവരെ അകറ്റി നിർത്തുകയും താൽക്കാലിക നിയമനമെന്ന പേരിൽ അനർഹരെ തിരികെ കയറ്റുകയുമാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ നൽകുകയും മന്ത്രിമാരെ നേരിൽ കാണുകയും ചെയ്തിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിൽ ജോലി സംവരണം പാലിക്കാത്തതിനാലാണ് സമരത്തിനിറങ്ങുന്നതെന്നും AN കരിങ്കരപ്പള്ളി പറഞ്ഞു. ഉദ്യോഗപരമായിട്ട് ജോലി സംബന്ധമായിട്ടോ ആ സംവരണം നൽകുന്നതായിട്ടോ നൽകുന്നില്ലെന്നോ ഒരു മറുപടി തരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഇവിടെ കുറെ പേർക്ക് ജോലി ലഭിക്കുക, പട്ടികജാതിക്കാർക്ക് കുറെ തൊഴിൽ ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ലഭിക്കണമെന്നാണ്. ഈ മാത്രമല്ല, ഒരു PTA എന്നൊരു അസോസിയേഷനോട്, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഈ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന പുരോഗമനമായിട്ടോ കാര്യങ്ങൾ നേടാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും PTA അസോസിയേഷൻ ഉള്ളത്. PTA അസോസിയേഷൻ ചെയ്യുന്ന അവിടെ ക്യാൻറ്റീൻ നടത്തുകയാണ്. അപ്പൊ കച്ചവട കണ്ണോടുകൂടിയുള്ള ഒരു സംവിധാനം ഉദ്യോഗസ്ഥന്മാരും രക്ഷിതാക്കളും ചേർന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചുരുക്കം. സംസ്ഥാന ഭാരവാഹികളായ KK പുഷ്പലത, C രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ലീഡർ അനുസ്മരണം. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ അനുസ്മരണത്തിൻ്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC സെക്രട്ടറി P ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി C ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ, KSSPA നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രഫുൽ കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ KN ഷഹീർ, നടരാജൻ കുന്നുംപുറം, D ഷജിത് കുമാർ, രാധാ ശിവദാസ്, നഗരസഭാംഗങ്ങളായ ഷെരീഫ് റഹ്മാൻ, സമീന,
ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കളിയാട്ട മഹോത്സവത്തിന് തിരുവില്ലാമല ഒരുങ്ങി. ഡിസംബർ 25-നാണ് കളിയാട്ട മഹോത്സവം. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി തിരുവില്ലാമലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചേലക്കര MLA UR പ്രദീപ്, ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം കേരള ഫോക്ക് ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം അജയ്കുമാർ എന്നിവർ വിശിഷ്ട സാന്നിധ്യമരുളും. 11ാമത്തെ വർഷമാണ് കളിയാട്ടം നടക്കുന്നത്. അനീഷ് പെരുമല ഇരിട്ടി ദേശത്ത് നിന്ന് അവരുടെ ടീം വന്നിട്ടാണ് ആദ്യം മുതൽ കളിയാട്ടം ഇവിടെ നടത്താറ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രാവിലെ ഇവിടെ ഓലകീറൽ ചടങ്ങ് മാതിരിയുള്ള ആ കളിയാട്ടത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ചടങ്ങുകൾ തുടങ്ങും. വൈകുന്നേരം ഏകദേശം ഒരു 5 മണി 6 മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് ശ്മശാന പ്രവേശനം എന്നുള്ള ചടങ്ങ് നടക്കും. അതിനുശേഷം ഓരോ തെയ്യങ്ങളും തോറ്റങ്ങളുമായിട്ട് ശ്മശാനത്തിൽ അതാത് സമയത്ത് ഇറങ്ങി ഏകദേശം പുലർച്ചയോടുകൂടി കഴിയുന്ന ഒരു ശീലമാണ് ശ്മശാനത്തിലുള്ളത്. ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ സേതുമാധവൻ, സെക്രട്ടറി ശശികുമാർ ഐവർമഠം, കോരപ്പത്ത് ചെയർമാൻ രമേശ് കോരപ്പത്ത്, ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ ജ്യോതി തേക്കിൻകാട്ടിൽ, ശശി, സുനിൽ, ഹരിശർമ്മ, സംവിധായകൻ ജയരാജ് മിത്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നൃത്തമാണ് ജീവിതമെന്ന് പ്രശസ്ത നർത്തകി രമാ വൈദ്യനാഥൻ. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ മാത്രം അവതരിക്കപ്പെട്ടിരുന്ന കലാരൂപങ്ങൾ പൊതുവേദികളിലെത്തിച്ചത് കലയുടെ മാന്ത്രികതയാണെന്നും പാലക്കാട് പ്രസ് ക്ലബ് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ രമാ വൈദ്യനാഥൻ അഭിപ്രായപ്പെട്ടു. കലാരൂപങ്ങൾ യാത്ര തുടരുകയാണ്. ഓരോ കാലത്തും മാറ്റങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും തില്ലാന വർണ്ണമുൾപ്പെടെയുള്ളവയുടെ മാറ്റം അംഗീകരിക്കാനാകില്ലെന്ന് രമാ വൈദ്യനാഥൻ പറഞ്ഞു. എന്നാൽ പരീക്ഷണങ്ങൾ ആസ്വാദകർ അംഗീകരിക്കാറുണ്ട്. വിവാഹശേഷം നൃത്തരംഗത്ത് നിന്ന് ഇടവേളയുണ്ടായെങ്കിലും നർത്തനമില്ലാതെ ജീവിതമില്ലെന്ന തിരിച്ചറിവിൽ വീണ്ടും സജീവമായി. ഉത്തരേന്ത്യയിലെ അതിപ്രശസ്തമായ ഗണേഷ് നാട്യാലയയുടെ സ്ഥാപക കൂടിയായ രമാ വൈദ്യനാഥൻ ഇന്ത്യയിലും വിദേശത്തുമായി അനേകം വേദികളിൽ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. And she gave my horoscope to the Nambudri and said, I'm so worried, ee kutti dance kalikunu pakshe kalyana shesham dance. I was 16 years old that time. So the Nambudri looked at the horoscope and he said, padikenda dance vidanam vicharchal gudi vidan pattilla. So angathoru family layirundu because I got into a family where my mother-in-law was my guru and teacher. So dance is prime importance in our family. Everything else comes secondary. എത്ര പഠിച്ചാലും അവസാനിക്കാത്ത ആഴമേറിയ മേഖലയാണ് നർത്തനമെന്ന് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ നർത്തകി കൃഷ്ണ പി ഉണ്ണി പറഞ്ഞു. അധ്യാപകരേറെയുണ്ടെങ്കിലും യഥാർത്ഥ ഗുരുവിനെ കിട്ടുന്നതാണ് ഭാഗ്യമെന്ന് കുച്ചിപ്പുടി നർത്തകി ശ്രീലക്ഷ്മി അഭിപ്രായപ്പെട്ടു. കുച്ചിപ്പുടി കേരളീയ കലയല്ലെങ്കിലും സ്കൂൾ കലോത്സവ വേദികളിലും മറ്റും കുച്ചിപ്പുടിയെ കേരളീയ കലയാക്കി മാറ്റിയതിൽ സന്തോഷമുണ്ട്. കുച്ചിപ്പുടിയിൽ യക്ഷഗാനം അവതരിപ്പിക്കപ്പെട്ട പോലെ കൂടുതൽ പരീക്ഷണം നടത്തുന്നുണ്ടെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ കർഷക ദിനത്തിന്റെ ഭാഗമായി പത്തിരിപ്പാല മൗണ്ട് സീന LP സ്കൂളിലെ വിദ്യാർത്ഥികൾ കർഷക ദിനം ആചരിച്ചു. കതിർമണി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മൗണ്ട് സീന ഗ്രൂപ്പ് ഡയറക്ടർ CK അബ്ദുൽ മനാഫ് ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മാനേജർ K അബ്ദുൽ സലാം, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ, LP വിഭാഗം ഹെഡ് NK ബൾക്കീസ്, UP വിഭാഗം ഹെഡ് ഖദീജ, മോണ്ടിസോറി വിഭാഗം ഹെഡ് രജനി, ഹൈസ്കൂൾ വിഭാഗം ഹെഡ് ഉമൈവാൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഴയ കൃഷി രീതിയും പഴയ ഭക്ഷണ പദാർത്ഥങ്ങളെയും പുതിയ ജനറേഷന്, പുതിയ തലമുറയ്ക്കായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെറിയ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഴയ ഭക്ഷണ രീതികൾ
കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അവർക്ക് അത് ബോധവൽക്കരിക്കാനും അതിൻ്റെ കൂടെ പുതിയ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള മൈക്രോഗ്രെയിൻസ് അതെങ്ങനെയാണ് പഴയ ഭക്ഷണത്തിനോടൊപ്പം പുതിയ രീതിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മക്കളെ പഠിപ്പിക്കാനാണ് നമ്മുടെ എക്സ്പോൻ്റെ ഉദ്ദേശം. ജൂനിയർ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ KS വിൻസെൻ്റ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ നഷീദ ഷാജഹാൻ നന്ദിയും പറഞ്ഞു. തോലന്നൂർ കുരുടൻ കുളങ്കരയിൽ കുളം നിറയെ താമര വിരിഞ്ഞത് കാഴ്ചക്കാർക്ക് കൗതുകമായി. കുളത്തിലെ വെള്ളം പുറത്തു കാണാത്ത നിലയിലാണ് താമര പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. താമരക്കുളം കാണാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. SNDP യോഗം പാലക്കാട് വെസ്റ്റ് യൂണിയൻ മണ്ണൂർ ശാഖയുടെ 48ാമത് വാർഷിക പൊതുയോഗം തെരഞ്ഞെടുപ്പും മണ്ണൂർ ഗുരുമന്ദിരത്തിൽ നടന്നു. പാലക്കാട് വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് ഇടത്തര രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചതയത്തിനും വിളക്കുകൊളുത്തി പ്രാർത്ഥന ഹോമമന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് ഇടത്തറയിലൊക്കെ ഉണ്ട്. കുറേ ശാഖകളിലൊക്കെ പോലെ നമ്മൾ പ്രേരിപ്പിച്ചിട്ട് അത് വളർത്തിയെടുത്തും ആ രീതിയിൽ സംഘടിക്കാനുള്ള അവസരമാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് വിവാഹം രജിസ്റ്റർ ചെയ്യണം. അതിന് മുമ്പിൽ നമ്മള് പാലക്കാട് ഭാഷയിൽ പറഞ്ഞു ഇല്ല, അതെവിടെ പറയാം, അതിനൊരു വെള്ള കടലാസിന് ചന്ദനവും മഞ്ഞളും ഒക്കെ കൈമാറും. അത് ആരെങ്കിലും സൂക്ഷിക്കാറില്ല. വൈസ് പ്രസിഡന്റ് R ഉണ്ണീഷൻ മുഖ്യാതിഥിയായി. കോട്ടയം ഗുരുനാരായണ വിദ്യാനികേതൻ ആശാപ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുതിർന്ന യൂണിയൻ അംഗങ്ങളെ ആദരിച്ചു. വരണാധികാരി TC സുരേഷ് ബാബു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. സുരേഷ് ചാത്തംകുളം, KV രാമകൃഷ്ണൻ, PK സുരേഷ്, സുശീല ഉണ്ണീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി PK സദാശിവൻ സ്വാഗതവും P പ്രമോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തോലന്നൂർ പൂതമണ്ണിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ ധനുമാസത്തിലെ ഭഗവതി പാട്ടുത്സവത്തിന് തുടക്കമായി. ഭഗവതി പാട്ടുത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പഞ്ചാരി മേളവും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വാണിയംകുളം സ്വാതി സെൻട്രൽ സ്കൂൾ 31ാം വാർഷികം ആഘോഷിച്ചു. IIT പാലക്കാട് ഡയറക്ടർ പ്രൊഫസർ A ശേഷാജി ശേഖർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ സതി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷാജി K തയ്യിൽ, അഡ്മിനിസ്ട്രേറ്റർ ജയപ്രകാശ്, PTA പ്രസിഡന്റ് ദിനേശ് ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ K മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ്. മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന് IUML തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്. മുരളീധരനോട് ഒരു വിരോധവുമില്ലെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും മുഹമ്മദ് റഷീദ്. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് VK ശ്രീകണ്ഠൻ MP. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കണം. ലെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനം കോങ്ങാട്ട്. ചെർപ്പുളശ്ശേരിയിൽ ഓൾ കേരള ലെൻസ്ഫെഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് ജില്ലാ സമ്മേളനം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണതത്വം അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിലേക്കെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. വോട്ട് പരിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.